ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം. മരണം പലപ്പോഴും മനുഷ്യന് ദുരൂഹമായൊരു സമസ്യയായി തന്നെ അവശേഷിക്കുന്നു. മനുഷ്യൻ്റെ ഒടുങ്ങാത്ത ജിജ്ഞാസ അവനെ മരണത്തിനപ്പുറത്ത് എന്താണെന്ന് എത്തി നോക്കുവാൻ പലപ്പോഴും പ്രേരിപ്പിക്കുന്നു. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കോ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന മണ്ഡലങ്ങൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ ഒന്നും മരണത്തിനപ്പുറം എന്താണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനുഷ്യൻ്റെ യാതൊരു കണ്ടുപിടുത്തങ്ങൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന മണ്ഡലങ്ങൾക്കോ ഒന്നും മരണത്തിനപ്പുറം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ എല്ലാവരും മരിക്കുന്നു. കോടീശ്വരന്മാർ, പട്ടണിപ്പാവങ്ങൾ, പുരോഹിത ശ്രേഷ്ഠന്മാർ, തിരുമേനിമാർ, ഐമേനിമാർ, വൻകിട പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്ത എഞ്ചിനീയർമാർ, എത്ര ശ്രമിച്ചിട്ടും ജീവൻ നിലനിർത്തുവാൻ കഴിയാതെ പരാജയഭാരം പേറുന്ന ഡോക്ടർമാർ, ലോകത്തെ കിടുകിട വിറപ്പിച്ച രാജാക്കന്മാർ, പുത്തൻ ആക്രമണ തന്ത്രങ്ങൾക്ക് രൂപകൽപ്പന കൊടുത്ത സർവ്വസൈന്യാധിപന്മാർ, പുത്തൻ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിമരുന്നിട്ട ശാസ്ത്രജ്ഞന്മാർ, ജ്യോതിർഗോളങ്ങളെപ്പോലും അമ്മാനമാടുവാൻ തക്കവണ്ണം ഉയരങ്ങൾ കീഴടക്കിയ ശാസ്ത്ര കുതുകികൾ, ആഴക്കടലിൻ്റെ ആഴങ്ങളിൽ പോലും വിജ്ഞാനത്തിൻ്റെ മണിമുത്തുകൾ തേടുന്ന ശാസ്ത്രലോകത്തെ ഗവേഷകന്മാർ, ആറ്റത്തെ വിഭജിക്കുകയും ആറ്റം ബോംബുണ്ടാക്കുകയും ചെയ്യുന്ന ആണവ വിദഗ്ധന്മാർ, സൂപ്പർസോണിക് വിമാനങ്ങളും അത്യാധുനിക കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്ന, കമ്പ്യൂട്ടറുകളിൽ വിസ്മയം സൃഷ്ടിക്കുന്ന IT വിദഗ്ധന്മാർ, മനുഷ്യ ശരീരത്തെ കീറി മുറിച്ച് ശസ്ത്രക്രിയ നടത്തുവാൻ കഴിവുള്ള ഭിഷഗ്വരന്മാർ, മനുഷ്യ ശരീരത്തിലെ സങ്കീർണ അവയവങ്ങളായ ഹൃദയം ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ മാറ്റിവെക്കുവാൻ കെൽപ്പുള്ള ശസ്ത്രക്രിയ വിദഗ്ധന്മാർ, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ മരിക്കുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എത്രയോ മിടുക്കന്മാർ, എന്തെല്ലാം സ്ഥാനമാനങ്ങളിൽ ഇരുന്നവർ, എന്തെല്ലാം പദവികൾ അലങ്കരിച്ചവർ, ഇവിടെ പലതും ചെയ്യുമെന്ന് വീമ്പിളക്കിയവർ, ഇവിടെ പലതും വെട്ടിപ്പിടിക്കുമെന്ന് വീമ്പിളക്കിയവർ, അവസാനം അവരെല്ലാം മരിച്ചു. ഇന്നും മരണമെന്ന പ്രക്രിയ തുറന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചോദ്യം, എന്നാൽ മരണത്തിൽ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ ആളുകളെല്ലാം മരിക്കുക. ഓരോ ദിവസവും നമ്മൾ പല സംസ്കാര ശുശ്രൂഷകളിലും പങ്കെടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എന്താ സംഭവിക്കുന്നത്? ഇവരൊക്കെ എവിടെ പോകുന്നു? എന്ത് സംഭവിക്കുന്നു? മരണത്തിനപ്പുറം എന്താണ്? മരണമെന്ന യാഥാർത്ഥ്യം അഭിമുഖീകരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, മരണത്തിനപ്പുറം എന്താണ്? നമുക്കറിയാം, മരിച്ചു കഴിയുമ്പോൾ അഗ്നിയിൽ ദഹിപ്പിച്ചും മണ്ണിൽ ദ്രവിപ്പിച്ചും ആഴിയിൽ ആഴ്ത്തിയും മാംസഭുക്കുകളായ പറവകൾക്ക് നൽകിയും ഒരു ജഡത്തെ നശിപ്പിക്കുമ്പോൾ ഇന്നലെ വരെ ഈ ഭൂമിയിൽ തിന്നും കുടിച്ചും കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും ജീവനോടെ ഇരുന്ന പ്രിയപ്പെട്ടവർ ഒരൊറ്റ ദിവസം കൊണ്ട് അവസാനിക്കുകയാണോ? ഇന്നലെ വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ, കൂടെ ഭക്ഷിച്ചവർ, കൂടെ യാത്ര ചെയ്തവർ, കൂടെ പ്രവർത്തിച്ചവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മരിക്കുമ്പോൾ അതോടുകൂടി അവർ ഇല്ലാതായി തീരുകയാണോ? ഇപ്പം മരണത്തിൽ മനുഷ്യന് എന്ത് സംഭവിക്കുന്നു? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പല ഉത്തരങ്ങളുണ്ട്. പ്രധാനമായും 3 ഉത്തരങ്ങളാണ് കിട്ടാറുള്ളത്. ഒന്ന്, ചിലർ പറയും അവർ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോയി. ഒന്നാമത്തെ ഉത്തരം, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോയി. രണ്ടാമത്തെ ഉത്തരം, അവർ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോയി. ഇനി മറ്റൊരു ഉത്തരം, അവർ സ്വർഗത്തിലും പോയില്ല, നരകത്തിലും പോയില്ല, ശുദ്ധീകരണ സ്ഥലത്തും പോയില്ല, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ കല്ലറയിൽ മരണമെന്ന ഉറക്കത്തിലാണ്. ഇങ്ങനെ പല ഉത്തരങ്ങളാണ് നമുക്ക് ഈ മരിച്ചവർക്ക് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ കിട്ടുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മളും കേട്ടിട്ടില്ലേ, അയ്യോ പ്രിയ അമ്മച്ചി സ്വർഗത്തിലേക്ക് അങ്ങ് പോയി, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി. അല്ലെങ്കിൽ ആൾ വളരെ മോശക്കാരനായിരുന്നു, നരകത്തിലേക്ക് തന്നെ പോയിരിക്കുന്നു, ഒരു സംശയവുമില്ല. ചിലർ പറയും അതങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, ശുദ്ധീകരണ സ്ഥലത്ത് പോയി നമ്മൾക്ക് പ്രാർത്ഥിച്ച് റെഡിയാക്കിയാൽ കുറച്ച് നാൾ ശുദ്ധീകരണം കഴിഞ്ഞ് പുള്ളി അങ്ങ് സ്വർഗത്തിലേക്ക് പോയിക്കോളും. എന്നാൽ ചിലർ പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ അവർ കല്ലറകളിൽ മരണമെന്ന ഉറക്കത്തിലാണ്. ഇങ്ങനെ പല ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ വേദപുസ്തകം മരണത്തിൽ മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റി എന്താണ് പറയുന്നത്?
സഭാപ്രസംഗി 12:7 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവം ഊതിയ ജീവശ്വാസം ദൈവത്തിങ്കലേക്ക് മടങ്ങിപ്പോകും. ഇപ്പം മരണമെന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദൈവമാണ്. സംശയമുണ്ടോ? നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ മരണമെന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആരാണ്? ദൈവമാണ്. ഉൽപ്പത്തി 2:16-17 അവിടെ എന്താ വായിക്കുന്നത്? യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം ഈ മരണമെന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ദൈവമാണ്. തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം ദൈവം തമ്പുരാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനുഷ്യനോട് പറയുകയാണ്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം തിന്നോ, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ഇവിടെ ദൈവം 2 കാര്യങ്ങളാണ് മനുഷ്യൻ്റെ മുമ്പിൽ വെച്ചത്. ഒന്ന്, ദൈവം പറയുന്നത് അനുസരിച്ചാൽ ജീവൻ, ദൈവം പറയുന്നത് അനുസരിക്കാതിരുന്നാൽ മരണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം ദൈവം പറയാ ഇത് തിന്നരുത്, തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കും. അപ്പം തിന്നാതിരുന്നാൽ ജീവൻ, തിന്നു കഴിഞ്ഞാൽ മരണം. അതുകൊണ്ടാണ് ദൈവം മാറ്റമില്ലാത്ത തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. ആവർത്തനം 30-ന്റെ 19-20 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വയ്ക്കുന്നു. അപ്പം ദൈവം 2 കാര്യങ്ങൾ വയ്ക്കുകയാണ്. എന്താണ്? ജീവനും മരണവും, അല്ലെങ്കിൽ അനുഗ്രഹവും ശാപവും. ഇത് നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവിടുത്തെ വാക്ക് കേട്ടനുസരിക്കുകയും അവിടുത്തോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക, അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നു. അപ്പം ദൈവം വ്യക്തമായിട്ട് മനുഷ്യരോട് പറയുകയാണ്, 2 കാര്യങ്ങൾ നിന്റെ മുമ്പിൽ വയ്ക്കുകയാണ്. ഒന്ന് ജീവൻ അല്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ ഒന്ന് അനുഗ്രഹം അല്ലെങ്കിൽ ശാപം. ഏത് വേണം നമുക്ക് തിരഞ്ഞെടുക്കാം. നാം ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവ വഴികൾ നടക്കുവാൻ തിരഞ്ഞെടുത്താൽ ജീവൻ. നാം ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നത് തിരഞ്ഞെടുത്താൽ മരണം. അപ്പോൾ 2 കാര്യങ്ങൾ ദൈവം വയ്ക്കുന്നു, ജീവനും മരണവും. അപ്പോൾ ചോദ്യം, എന്താണ് ഈ മരണം? മരണത്തിന് വേദപുസ്തകം നൽകുന്ന വളരെ വ്യക്തമായ നിർവചനം സഭാപ്രസംഗി 12:7, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു മനുഷ്യൻ മരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു വാക്യമാണ്. Then shall the dust return to the earth as it was, and the spirit shall return unto God who gave it. നോക്കിക്കേ, പൊടി പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ പൊടിയായിട്ട് മാറുന്നു. ആത്മാവ്, സ്പിരിറ്റ്സ്, അല്ലെങ്കിൽ ദി ബ്രെത്ത് ഓഫ് ലൈഫ് ഗിവൺ ബൈ ഗോഡ്, ദൈവം ഊതിയ ജീവശ്വാസം ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പം ശരിക്കും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്ന, വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്ന വാക്യമാണ് ഈ വാക്യം. അപ്പം നമ്മൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തിയിലേക്ക് പോകണം. ഉൽപ്പത്തിയിൽ നമുക്ക് ചെല്ലുമ്പോൾ അറിയാം എങ്ങനെ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 2:7 വായിക്കുന്നു. ഉൽപ്പത്തി 2:7, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, and the Lord God formed a man of the dust of the ground and breathed into his nostrils the breath of life, and man became a living soul. നോക്കിക്കേ, മണ്ണുകൊണ്ടൊരു ശരീരം ദൈവം ഉണ്ടാക്കി. ആ മണ്ണുകൊണ്ടുള്ള ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് മാറി. അപ്പം മനുഷ്യനിൽ എത്ര ഘടകങ്ങളുണ്ട്? 2 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ദൈവം മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു ശരീരം, അത് മണ്ണാണ്. ഇനി 2, ദൈവം ഊതിയ ജീവശ്വാസം.
ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് മാറിയത്. മാൻ ബിക്കെയിം എ ലിവിങ് സോൾ. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം മനുഷ്യനിലേക്ക് ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു ഊതിയില്ല. പിന്നെ എന്താ ഊതിയത്? God breathed into his nostrils the breath of life. ജീവശ്വാസമാണ് ഊതിയത്, ആത്മാവിനെ ഊതിയില്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇപ്പൊ രണ്ട് ഘടകങ്ങൾ മനുഷ്യനിലുണ്ട്. ഒന്ന് മണ്ണുകൊണ്ട് നിർമ്മിച്ച ശരീരം, രണ്ട് ദൈവം ഊതിയ ജീവശ്വാസം. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് മാറി. അതായത് ബോഡി പ്ലസ് ബ്രെത്ത് ഓഫ് ലൈഫ് ഈസ് ഈക്വൽ ടു ലിവിങ് സോൾ. മണ്ണുകൊണ്ടുള്ള ശരീരം, ദൈവമൂതിയ ജീവശ്വാസം സമം ലിവിങ് സോൾ, ജീവനുള്ള ആത്മാവ് അല്ലെങ്കിൽ ജീവനുള്ള ദേഹി. ഇനി തിരിച്ചായാലോ, സോൾ മൈനസ് ബ്രെത്ത് ഓഫ് ലൈഫ് ഈസ് ഈക്വൽ ടു ഡെത്ത്. ജീവനുള്ള ആത്മാവിൽ നിന്നും ബ്രെത്ത് ഓഫ് ലൈഫ് ജീവശ്വാസം മാറ്റിയാൽ ഡെത്ത്, മരണമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വചനം പറയുന്നത് പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവമൂതിയ ജീവശ്വാസം. ആത്മാവെന്ന പദത്തിന് ബൈബിൾ കൊടുത്തിട്ട് സ്പിരിറ്റ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മൂലഭാഷയുള്ള അർത്ഥം എന്താണ്? ശ്വാസം, കാറ്റ് എന്നൊക്കെയാണ്. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ മണ്ണുണ്ടായിരുന്നു. മണ്ണ് ആദമായിരുന്നോ? അല്ല. നോക്കി, ഈ ആദം സൃഷ്ടിക്കപ്പെടുന്ന ഭൂമിയിൽ പൊടി ഉണ്ടായിരുന്നു. ആ പൊടി ആരല്ലായിരുന്നു? ആദമല്ലായിരുന്നു. ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ജീവശ്വാസം ദൈവത്തിലുണ്ടായിരുന്നു. ആ ജീവശ്വാസം ആദമായിരുന്നോ? അല്ല. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ആദം ഉണ്ടായത്. അപ്പൊ മരണത്തിൽ എന്ത് സംഭവിക്കുന്നു? പൊടി പൊടിയായിട്ടും, പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്കും, പൊടി പണ്ടായിരുന്ന പൊടിയായിട്ടൊക്കെ മാറുന്നു. ജീവശ്വാസം അത് ഊതിയ ദൈവത്തിലേക്കും പോയി. പിന്നെ വല്ലതും ഉണ്ടോ? പിന്നെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് മരിക്കുമ്പോൾ ആത്മാവെന്ന് പറയുന്നത് എന്തോ ഒരു സാധനം ശരീരത്തിൽ ചാടി പുറത്തേക്ക് പോകുന്നെന്നാ. അങ്ങനെയൊന്നും ആത്മാവെന്ന് പറയുന്നൊരു വസ്തു ദൈവം മനുഷ്യൻ ഊതിയില്ല. ദൈവം ഊതിയ ദൈവത്തിന്റെ ജീവശ്വാസമാണ്. ഈ മണ്ണും ജീവശ്വാസം കൂടെ ചേർന്നപ്പോൾ മാൻ ബിക്കം എ ലിവിങ് സോൾ, മനുഷ്യൻ ജീവനുള്ള ആത്മാവായിട്ട് മാറി, ജീവനുള്ള ദേഹിയായിട്ട് മാറി. അപ്പം മരണമെന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന പൊടി, മനുഷ്യനെ നിർമ്മിച്ച പൊടി പൊടിയായിട്ടും ദൈവം ഊതിയ ജീവശ്വാസം ദൈവത്തിങ്കിലേക്കും പോയി. പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. അപ്പൊ തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 104, 29, 30. സങ്കീർത്തനം 104, 29, 30. അങ്ങ് അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത പൊടിയിലേക്ക് തിരികെ ചേരുന്നു. അങ്ങയുടെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ ഈ ചത്ത പൊടിയിലേക്ക് ചേരുന്ന മനുഷ്യൻ, അവൻ എന്താ പ്രത്യാശ? അങ്ങയുടെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പൊടി പൊടിയായിട്ടും ജീവശ്വാസം പോയി ഒന്നുമില്ല, ബാക്കിയൊന്നുമില്ല. ഇനി ദൈവശ്വാസം അയക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അതായത് ദൈവം തൻ്റെ ശ്വാസം അയക്കുമ്പോൾ നാം സൃഷ്ടിക്കപ്പെടുകയും ദൈവം തൻ്റെ ശ്വാസം എടുക്കുമ്പോൾ നാം ചത്ത പൊടിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതായത് പണ്ട് നാം ആയിരുന്ന അവസ്ഥയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം. പണ്ട് നമ്മൾ ആരായിരുന്നു? പൊടിയായിരുന്നു. പൊടിയായിട്ടങ്ങ് മാറി. നമ്മളിലേക്ക് ജീവശ്വാസം വന്നു, അത് അതിൻ്റെ ഉറവിടത്തിലേക്ക് പോയി, പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. ഓക്കെ, അതായത് ഒന്നുമില്ലായ്മയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം. തിരുവചനം ഇപ്രകാരം പറയുന്നു. ഉൽപ്പത്തി 3:19 നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം, റിട്ടേൺ ടു ദി പ്രീവിയസ് ഫോം, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. വചനം എന്താ പറയുന്നത്? നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. ഫോർ ഡസ്റ്റ് ദൗ ആർട്ട് ആൻഡ് അൺടു ഡസ്റ്റ് ഷാൽ യു റിട്ടേൺ. നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. അപ്പൊ എന്താ മരണം? പണ്ടുണ്ടായിരുന്ന പൊടി പൊടിയായിട്ടും പണ്ടുണ്ടായിരുന്ന ജീവശ്വാസമായിട്ട് മാറിയപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന സംഗതി ഇല്ലാതെയായി മാറി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ പൊടിയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം. അപ്പൊ പൊടി പൊടിയായും ജീവശ്വാസമായി വരുന്നപ്പോൾ മനുഷ്യനില്ലാതിരുന്നത് പോലെ, ആ വാചകം ശ്രദ്ധിച്ചോ, പണ്ട് പൊടി പൊടിയായിട്ടും ജീവശ്വാസമായിട്ട് വരുന്നപ്പോൾ മനുഷ്യനില്ലാതിരുന്നത് പോലെ, പ്രീ എക്സിസ്റ്റൻസ് ഇല്ല മനുഷ്യന്, അവനില്ലാതിരുന്നത് പോലെ ഒന്നുമില്ലായ്മയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം.
ഇത് പലർക്കും അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ വിശ്വസിച്ചിരുന്ന വേറെ പലതുമാണ്. ഒന്നുമില്ലായ്മയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം. യോബിൻ്റെ പുസ്തകത്തിൽ പ്രകാരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, യോബിൻ്റെ പുസ്തകം 34:14-15, യോബ് 34:14-15. അവിടുന്ന് തൻ്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടി വെച്ചെങ്കിൽ, തൻ്റെ ആത്മാവിനെ ശ്വാസത്തെയും മടക്കിയെടുത്തെങ്കിൽ സകല ജഡവും ഒരുപോലെ കഴിഞ്ഞു പോകും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. നോക്കിക്കേ, അതാ സഭാപ്രസംഗിൽ വായിച്ചത്. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് എന്ന് പറഞ്ഞാൽ ദി ബ്രെത്ത് ഓഫ് ലൈഫ്. ദൈവം ഊതിയ ജീവശ്വാസം. ആത്മാവിനെ ഊതിയില്ല, ജീവശ്വാസത്തെ ഊതി. അത് ദൈവത്തിങ്കിലേക്കും പോകുന്നു. അപ്പൊ ഇവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവം തൻ്റെ ശ്വാസം എടുക്കുമ്പോൾ മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു. ഓൾ ഫ്ലഷ് ഷാൽ പെരിഷ് ടുഗദർ ആൻഡ് മാൻ ഷാൽ ടേൺ അഗെയിൻ അൺടു ഡസ്റ്റ്. മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു. അതായത് പൊടിയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം. പൊടിയിലേക്കും ജീവശ്വാസം ദൈവത്തിങ്കിലേക്കും മടങ്ങുമ്പോൾ പിന്നെ എന്ത് ശേഷിക്കുന്നു? ഒന്നും ശേഷിക്കുന്നില്ല. എന്നാൽ അതങ്ങനെയല്ല. മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മരിച്ചുപോയവർ സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ ജീവനോടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവർ ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി കള്ളസാക്ഷ്യം പറയുന്നവരാണ്. വചനം പറയുന്നു പൊടിയായിട്ട് പോയി, ജീവശ്വാസം ദൈവത്തിങ്കിലേക്കും ചേർന്നു, പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറയുക, അല്ല, മരിച്ചവർ സ്വർഗത്തിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ നരകത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, അവർ ജീവനോടിരിക്കുന്നു പറയുമ്പോൾ അത് ദൈവത്തിന് വിരോധമായി കള്ളസാക്ഷ്യം പറയുകയാണ്. സഭാപ്രസംഗം എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. പൊടി പണ്ടായിരുന്നത് പോലെ. പണ്ട് ആ പൊടിയായിരുന്നപ്പോൾ മനുഷ്യനുണ്ടായിരുന്നു, ആ പൊടിയായിരുന്നു. പണ്ട് ജീവശ്വാസം ഉണ്ടായിരുന്നു ദൈവത്തിങ്കൽ, അത് മനുഷ്യനായിരുന്നു അല്ല. അപ്പൊ പണ്ട് മനുഷ്യനെ ഇല്ലാതിരുന്നത് പോലെ ഒന്നുമില്ലായ്മയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അത് അങ്ങനെയല്ല. മരിച്ചവർ സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ ഒക്കെ ജീവനോടിരിക്കുന്നു. അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്, അമ്മച്ചൻ അങ്ങ് സ്വർഗത്തിൽ പോയി ഇരിക്കുകയാണ്, ഇന്ന പുള്ളി നരകത്തിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുകയാണ്, ഇന്ന ആളുകളെല്ലാം ശുദ്ധീകരണ സ്ഥലത്ത് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി കള്ളം പറയുകയാണ്. നമുക്കറിയാം, ഉൽപ്പത്തിയിൽ എന്താ സംഭവിച്ചത്? സാത്താൻ പറഞ്ഞു, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവം പറഞ്ഞു മരിക്കും. ആര് പറഞ്ഞതാ മനുഷ്യൻ വിശ്വസിച്ചത്? സാത്താൻ പറഞ്ഞതാ. ഇന്നും അത് തന്നെ സംഭവിക്കുന്നത്. ദൈവം പറയുന്നു പൊടിയായിട്ടും ജീവശ്വാസമായിട്ടും മാറുന്നു. അപ്പൊ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് പറയുക, അല്ല, നിങ്ങൾ മരിക്കയില്ല, അവർ സ്വർഗത്തിലിരിക്കുന്നു, നരകത്തിൽ കിടക്കുന്നു, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അത് ദൈവവചനത്തിന് വിരുദ്ധമായി കള്ളം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവിശ്വസിക്കുകയാണ് മനുഷ്യൻ. ഏദൻ തോട്ടത്തിലും അതാ പാപം. ഏദൻ തോട്ടത്തിൽ അത് തന്നെ സംഭവിച്ചത്. എന്താ? ദൈവം മരിക്കുമെന്ന് പറഞ്ഞ സാത്താൻ പറഞ്ഞു മരിക്കത്തില്ല. ഹവ്വ ആരെ വിശ്വസിച്ചു? സാത്താനെ വിശ്വസിച്ചു. നോക്കിക്കേ, ദൈവം പറഞ്ഞതിന് വിപരീതമായിട്ട് സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചപ്പോൾ അത് പാപമായിട്ട് മാറി. അവിശ്വാസമാണ് പാപം. അങ്ങനെയാണ് ഇന്നും അത് തന്നെ സംഭവിക്കുന്നത്. ദൈവം പറയുന്നു മരിക്കുമെന്ന്, ഇവിടുത്തെ പുള്ളികളെല്ലാം കൂടെ പറയുന്നു മരിക്കത്തില്ല, സ്വർഗത്തിലിരിക്കുവാന്ന്. ശരിക്കും മരണത്തിൽ എന്ത് സംഭവിക്കുന്നു? പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ പൊടിയായിട്ടങ്ങ് മാറി. ഊതിയ ജീവശ്വാസം അത് നൽകിയ ഉറവിടത്തിലേക്ക് പോയി, പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. അപ്പം നമ്മൾ ചിന്തിച്ചേക്കാം, അപ്പം മനുഷ്യൻ്റെ പ്രത്യാശ അതോട് തീരുകയാണ്. അല്ല, അവിടെ നിന്ന് തൻ്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നൊരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, മരണത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. നമ്മുടെ തെറ്റായ ചിന്താഗതികളൊക്കെ പലപ്പോഴും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. സാത്താൻ പറയുന്നതാണ് പലരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്താഗതികൾ നേരെയാകട്ടെ. വചനമെന്ത് പഠിപ്പിക്കുന്നുവോ അത് വിശ്വസിക്കുവാൻ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നാം എല്ലാവരും മരണമെന്ന യാഥാർത്ഥ്യത്തെ നേരിടേണ്ടവരാണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രത്യാശയ്ക്ക് വകയുണ്ടാകണമെങ്കിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. നാം മനസാന്തരപ്പെടണം. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് പറഞ്ഞാൽ കുടഞ്ഞും തളിച്ചു ഒന്നും വിട്ടാൽ പോരാ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുമ്പോൾ യേശു ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെടണം. യേശുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നീ ശുശ്രൂഷകളോട് ഏകീഭവിക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറണം. പുതിയ സൃഷ്ടികളായിട്ട് മാറണം. ദൈവകൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. അങ്ങനെയായാൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. അല്ലാത്തതൊക്കെ കാര്യങ്ങൾ പോക്കാണ്. അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് നല്ല തീരുമാനമെടുക്കാം. കർത്താവേ,
മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ള കർത്താവിനെ ഞാൻ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു. യേശു കാണിച്ച മാതൃകപ്രകാരം സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഞങ്ങളെ വിളിച്ചാൽ മതി, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല തീരുമാനത്തോടും സമർപ്പണത്തോടും പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തെ കളിപ്പിക്കാനുള്ള പ്രാർത്ഥനകളൊന്നും അങ്ങോട്ട് പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് നല്ല സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നടികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, മരണം എന്നാൽ എന്ത് എന്നടിയങ്ങളെ മനസ്സിലാക്കിച്ചല്ലോ. പണ്ട് പൊടി എങ്ങനെയായിരുന്നു ആ പൊടിയായിട്ടും, ജീവശ്വാസം എന്തായിരുന്നു അതതിൻ്റെ ഉറവിടത്തിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് മരണമെന്നുള്ള ആ വലിയ സത്യം കർത്താവടികളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. അടിയങ്ങളെല്ലാവരും ഈ മരണമെന്ന പ്രക്രിയയ്ക്ക് വിധേയരാകേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിലായി തീരുവാൻ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് അടിയങ്ങളുടെ മരണത്തിനായി അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാനുള്ള കൃപ കർത്താവ് നൽകണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നല്ല തീരുമാനത്തോടെ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രിയമക്കളോട് മനസ്സലിയണമേ. അവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, കടബാധ്യതകൾ, ജീവിതത്തിൻ്റെ ആകുലതകൾ, മാനസിക സംഘർഷങ്ങൾ എല്ലാം എൻ്റെ കർത്താവ് മാറ്റിക്കൊടുക്കണം. കർത്താവ് ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വ്യാപരിക്കണമേ. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി തീരുവാൻ അവരെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ വചനം ഉള്ളതുപോലെ പഠിച്ച് മനസ്സിലാക്കി, ലോകം പറയുന്ന കള്ളങ്ങളൊന്നും വിശ്വസിക്കാതെ വചനം എന്ത് പറയുന്നു മനസ്സിലാക്കി ദൈവവചനത്തിനനുസരിച്ചുള്ള വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും